നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എ ആൻഡ് ബി ആർ കൗണ്ടബിൾ സെറ്റ്, ദെൻ എ യൂണിയൻ ബി ഈസ് കൗണ്ടബിൾ. നമുക്ക് എ യൂണിയൻ എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണെന്ന് എടുക്കുക. എ ബി വേറൊരു ഡിസ്ജോയിന്റ് സെറ്റ്. നമുക്ക് എ യൂണിയൻ ബി കൗണ്ടബിൾ ആണെന്ന് തെളിയിക്കുന്നത്. അത് 3 തരത്തിൽ വരാം. ഒന്ന്, എയും ബിയും ഫൈനൈറ്റ് ആണ്. വെൻ എ ആൻഡ് ബി ആർ ഫൈനൈറ്റ്, അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്തായിരിക്കും? എ യൂണിയൻ ബി ഈസ് ഓൾസോ ഫൈനൈറ്റ്. എ യൂണിയൻ ബി ഫൈനൈറ്റ് ആണെങ്കിൽ അത് കൗണ്ടബിൾ ആയിരിക്കും. അപ്പം എ യൂണിയൻ ബി കൗണ്ടബിൾ ആണ്. ഇനി നമുക്ക് വിചാരിക്കാം സെക്കൻഡ്, എ ഈസ് കൗണ്ടബിളി ഇൻഫിനിറ്റ് ആൻഡ് ബി ഈസ് ഫൈനൈറ്റ്. ബി ഈസ് ഫൈനൈറ്റ്. എ കൗണ്ടബിളി ഇൻഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് എ എന്ത് ചെയ്യാൻ പറ്റും? A1, A2, A3 ഇങ്ങനെ എഴുതാൻ പറ്റും. AN ആൻഡ് സോ ഓൺ. ഒരു സീക്വൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ബി ഫൈനൈറ്റ് ആണ്. അപ്പോൾ ബി എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? B1, B2, B3 അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു BN വരെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് എ യൂണിയൻ ബിയെ നമുക്ക് എങ്ങനെ എഴുതാം? B1, B2, B3, BN, അത് കഴിഞ്ഞിട്ട് A1, A2, A3 ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യത്തെ കുറച്ച് ഫൈനൈറ്റ് ടേം BN ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എ യൂണിയൻ ബിയും കൗണ്ടബിൾ ആണ്, സീക്വൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എയും ബിയും ഇൻഫിനിറ്റ് ആണെന്ന് വിചാരിക്കുക. എയും ബിയും ഇൻഫിനിറ്റ് കൗണ്ടബിൾ സെറ്റ് ആണെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ കേസ്, എ ഇൻഫിനിറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൗണ്ടബിൾ ആണ്. A1, A2, A3 സോൺ AN ഇങ്ങനെ എഴുതാൻ പറ്റും. ബിയും കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് B1, B2, B3 ഇങ്ങനെ BN ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ എ യൂണിയൻ ബിനെ നമുക്ക് സീക്വൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം A1 എഴുതുക, എന്നിട്ട് B1 എലമെന്റ് എഴുതുക, B1, പിന്നെ A2 എഴുതുക, പിന്നെ B2 എഴുതുക, പിന്നെ A3 എഴുതുക, പിന്നെ B3 എഴുതുക, ആൻഡ് സോ ഓൺ. അപ്പോൾ നമുക്ക് ഏതും എഴുതാം. ഈ AIയിലുള്ള ഏത് എലമെന്റും ഇവിടെ വരും, BIയിലുള്ള ഏത് എലമെന്റും ഇവിടെ വരും. അപ്പോൾ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം എ യൂണിയൻ ബി കൗണ്ടബിൾ ആയിരിക്കും. ഇനി നമ്മളിവിടെ പറയാൻ പോകുന്ന സ്കോഡർ-ബെൻസ്റ്റീൻ തിയറമാണ്. അപ്പോൾ എയും ബിയും രണ്ട് സെറ്റ്. കാർഡിനാലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബിയും കാർഡിനാലിറ്റി ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എയും ആണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി എന്നാണ്. എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 1-1 മാപ്പിങ്, 1-to-1 കറസ്പോണ്ടൻസ് വേണ്ട, 1-1 മാപ്പിങ്, ഇൻറ്റു മാപ്പിങ് മതി. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 1-1 മാപ്പിംഗ് ഉണ്ട്. അതുപോലെ തന്നെ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 1-1 മാപ്പിംഗ് ഉണ്ടെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ആണ്. ഇനി ബിയിൽ നിന്നും there are 1-to-1 ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അതുപോലെ തന്നെ ബിയിൽ നിന്നും എയിലേക്ക് ഒരു G എന്ന് പറയുന്ന ഫംഗ്ഷൻ 1-to-1 മാപ്പിംഗ് ബിയിൽ നിന്ന് എയിലേക്ക് ഉണ്ടെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടെന്നാണ്. ഇതാണ് സ്കോഡർ-ബെൻസ്റ്റീൻ തിയറം പറയുന്നത്. ഒന്നുങ്ങൾ പറയാം, എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 1-1 മാപ്പിംഗ് ഉണ്ട്, 1-1 കറസ്പോണ്ടൻസ് അല്ല, 1-to-1 മാപ്പിംഗ് ഫംഗ്ഷൻ ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 1-to-1 ഫംഗ്ഷൻ ഉണ്ട്. ബിയിൽ നിന്ന് എയിലേക്ക് ഒരു 1-to-1 ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാവും. എയുടെയും ബിയുടെയും കാർഡിനാലിറ്റി ഒന്നായിരിക്കും. അതാണ് സ്കോഡർ-ബെൻസ്റ്റീൻ തിയറം. അതനുസരിച്ച് നമ്മളൊരു പ്രോബ്ലം ഇവിടെ ചെയ്യുവാണ്. ഒരു പ്രോബ്ലം ഇതാണ്. ഷോ ദാറ്റ് 0-1 ആൻഡ് 0-1 0-1 ഇതാണ് 0-1 ആൻഡ് 0-1 ഇത് രണ്ടും ഇതിൻ്റെ രണ്ടിൻ്റെയും കാർഡിനാലിറ്റി ഒന്നാണ്. അപ്പം നമ്മൾ ആദ്യം അത് ചെയ്യാൻ പോകുന്നത് ഈ 0-1 നിന്നും 0 ഇതിലേക്ക് ഒരു 1-1 മാപ്പിംഗ് ഉണ്ട് എന്നാണ്. ആ 1-1 മാപ്പിംഗ് ഇതാണ് f(x) = x. അപ്പം 0-നെ 0യിലേക്ക് മാപ്പ് ചെയ്യും, ഹാഫിനെ ഹാഫിലേക്ക് മാപ്പ് ചെയ്യും, 1നെ 1ലേക്ക് മാപ്പ് ചെയ്യും. അപ്പം 1 ഇല്ല, ഇവിടെ 1 ഇല്ല. 1ന് താഴെയുള്ള അതിലേക്ക് മാപ്പ് ചെയ്യും, 1നെ മാപ്പ് ചെയ്യുന്നില്ല.
അപ്പോൾ ഇതിലുള്ള എല്ലാ എലമെൻസിനും ഇവിടെ ഒരു ഇമേജ് ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും? അപ്പം കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്ന സെറ്റ് ഇതാണ്. ഇത് എ, ഇത് ബി. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് എ എന്തായിരിക്കും? കാർഡിനാലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി. ഇനി നമ്മൾ ബി എന്ന് പറയുന്ന സെറ്റ് ഇവിടെ എടുത്തു. അതിൻ്റെ അകത്തുനിന്ന് എയുടെ ഒരു സബ്സെറ്റിലേക്ക്, എ എന്ന് പറയുന്നത് 0, 1 ആണ്, അതിൻ്റെ ഒരു സബ്സെറ്റാണ്, എയുടെ സബ്സെറ്റാണ് 0, 1/2. അതിലേക്ക് ഒരു 1, 1 മാപ്പിങ് കൊടുത്തു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x/2. അപ്പം ഇതിനകത്തുള്ള എലമെന്റ്, അപ്പം ഇതിലേക്ക് ഇതിനകത്തുള്ള എലമെന്റിന് എല്ലാം ഇമേജ് ഇവിടെ കിട്ടും, 0, 1/2 കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഫങ്ഷൻ ഇവിടുന്ന് ഈ സൈഡിലേക്ക് കിട്ടും. അത് ഒരു ഫങ്ഷൻ ഉണ്ട്, അത് 1, 1 മാപ്പിംഗ് ആണ്. അപ്പം ബിയിൽ നിന്നും എയിലേക്ക് ഒരു 1, 1 മാപ്പിംഗ് ഉണ്ട്. എയുടെ സബ്സെറ്റിലേക്ക് ഒരു 1, 1 മാപ്പിംഗ് ഉണ്ടെങ്കിൽ എയിലേക്കും 1, 1, ഇത് എയുടെ സബ്സെറ്റിലേക്കാണ്, ഇതിലേക്കാണ് നമ്മൾ 1, 1 മാപ്പിംഗ് കൊടുക്കുന്നത്. ബിയിൽ നിന്ന് എയുടെ സബ്സെറ്റാക്കി ഇതിലേക്കാണ് 1, 1 മാപ്പിംഗ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കും ഒരു 1, 1 മാപ്പിംഗ് ഉണ്ടാവും. അപ്പോൾ എന്തായിരിക്കും? അങ്ങനെയുണ്ടെങ്കിൽ ബി കാർഡിനാലിറ്റി ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ. ഇത് രണ്ടും കിട്ടി. ഒറ്റ ലൈൻ മതിയെ, ഒരു ലൈൻ. കാർഡിനാലിറ്റി ഓഫ് എ. അപ്പം കാർഡിനാലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി, കാർഡിനാലിറ്റി ഓഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് എ. അങ്ങനെയാണെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ആണ്. കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ആണ്. കാർഡിനാലിറ്റി ഓഫ് എ ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ബി ആണ്. അതാണ് നമ്മളിവിടെ ഇതാ. അപ്പം ഇതിന് രണ്ടിൻ്റെയും കാർഡിനാലിറ്റി, ഇത് എ എന്ന് പറയുന്നത്, ഇത് ബി എന്ന് പറയുന്നത്, രണ്ടിൻ്റെയും കാർഡിനാലിറ്റി തുല്യമാണ്. ഇത് സ്കോഡർ-ബെൻസ്റ്റീൻ തിയറം ഉപയോഗിച്ചാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറം. ഷോ ദാറ്റ് യൂണിയൻ ഓഫ് കൗണ്ടബിൾ നമ്പർ ഓഫ് കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തിയറമാണ്. ഇത് വെച്ച് നമുക്ക് റാഷണൽ നമ്പേഴ്സ് എല്ലാം കൗണ്ടബിൾ ആണെന്ന് തെളിയിക്കാം, പോസിറ്റീവ് റാഷണൽ കൗണ്ടബിൾ ആണെന്ന് തെളിയിക്കാം, റാഷണൽ കൗണ്ടബിൾ ആണെന്നൊക്കെ തെളിയിക്കാം ഈ തിയറം ഉപയോഗിച്ച്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കൗണ്ടബിൾ, ഇതാണ് ഒരു കൗണ്ടബിൾ സെറ്റ്, S1 എന്നുള്ള കൗണ്ടബിൾ സെറ്റ്. S11, S12, S13 ആൻഡ് സോ ഓൺ, S1n ആൻഡ് സോ ഓൺ. ഇതൊരു കൗണ്ടബിൾ സെറ്റ്. രണ്ടാമത്തെ കൗണ്ടബിൾ സെറ്റാണ് S2, S21, S22 ആൻഡ് സോ ഓൺ, S2n അടുത്ത കൗണ്ടബിൾ സെറ്റ്. S31 അങ്ങനെ പോയി SN1, SN2, SN3 അടുത്ത കൗണ്ടബിൾ സെറ്റ്. ഇങ്ങനെ താഴേക്കും. അപ്പം സൈഡിലേക്ക് ഇങ്ങനെ 1, 2, 3 എന്നാണ് പോവുക, വലതുവശത്തേക്ക് 1, 2, 3 എന്നിങ്ങനെ പോവും. അപ്പോൾ അത് കൗണ്ടബിൾ എലമെൻറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് അതൊരു കൗണ്ടബിൾ സെറ്റാണ്. ഇതാ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കൗണ്ടബിൾ ആയിട്ടുണ്ടാവും, കൗണ്ടബിൾ എലമെൻറ്റ്സ് ഉണ്ടാവും. താഴേക്കും ഇങ്ങനെയും പോകുന്നത് കൗണ്ടബിളാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ, ഇതെല്ലാം കൂടെ യൂണിയൻ എടുക്കണം. അപ്പോൾ S1 യൂണിയൻ S2 യൂണിയൻ, നമുക്ക് ഇതാണ് തെളിയിക്കേണ്ടത്. S1 യൂണിയൻ S2 യൂണിയൻ സോൺ SN യൂണിയൻ, ഇത് കൗണ്ടബിൾ ആണ് തെളിയിക്കണം. എന്ന് വെച്ചാൽ ഇതിനെ നമ്മളൊരു സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ചാൽ മതി. ഇത് വളരെ സിമ്പിളാണ്. ആദ്യത്തെ നമ്മൾ ഇതിനെ എടുക്കുക, ഈ ഡയഗണൽ S1 ഒരൊറ്റ എലമെൻ്റേ ഉള്ളൂ. അപ്പം S11 എഴുതി. അത് കഴിഞ്ഞ് ഈ സെക്കൻഡ് ഡയഗണൽ നമ്മൾ ആദ്യം S12 എഴുതും, അത് കഴിഞ്ഞ് S21 എഴുതും, S21. അത് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞ് തേർഡ് ഡയഗണൽ അതേതായിരിക്കും? S13, S22, S31 തേർഡ് ഡയഗണൽ. അത് കഴിഞ്ഞ് ഫോർത്ത് ഡയഗണൽ എടുക്കും, അതേതായിരിക്കും? S14, S23, S32, S41 ഇങ്ങനെ എലമെൻറ്റ്സ് എല്ലാം എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡയഗണൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ ഇതെന്തായിരിക്കും? ഇത് S11 ഫസ്റ്റ് ഡയഗണലിലെ, ഇത് സെക്കൻഡ് ഡയഗണലിലെ 2 എലമെൻ്റാണ്, ഇത് തേർഡ് ഡയഗണലിലെ 3 എലമെൻ്റാണ്, ഇത് ഫോർത്ത് ഡയഗണലിലെ 4 എലമെൻ്റാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എസ് പി ക്യു എന്ന് പറയുന്ന ഒരു എലമെന്റ് കിട്ടും. അതെവിടെ ഉണ്ടാവും? അത് പി പ്ലസ് ക്യൂ മൈനസ് 1th ഡയഗണൽ. ഇതുണ്ട പി പ്ലസ് ക്യൂ മൈനസ് 1th ഡയഗണലിലെ എത്രാമത്തെ എലമെന്റ് ആയിരിക്കും? അത് പീത്ത് എലമെന്റ് ആയിരിക്കും. പീത്ത് എലമെന്റ് ആയിരിക്കും. നമുക്ക് നോക്കാം, ഇവിടെ നോക്കാം. ഇതാ ഇത് ഈ എലമെന്റ് എത്രാമത്തെ ഡയഗണലിലായിരിക്കും? പി പ്ലസ് 2, 2 പ്ലസ് 2 4, 4 മൈനസ് 1 3, തേർഡ് ഡയഗണലിലെ എത്രാമത്തെ എലമെന്റ് ആയിരിക്കും? പീത്ത് എലമെന്റ്, സെക്കൻഡ് എലമെന്റ് ആണ്. ഇത് 3 പ്ലസ് 1 പ്ലസ് 1 മൈനസ് 1. അപ്പൊ ഇത് തേർഡ് ഡയഗണലിലെ തേർഡ് എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഏതൊരു SPQ എന്ന് പറയുന്ന എലമെന്റ് എടുത്താലും അതിനെ ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ ഇങ്ങനെ മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സീക്വൻസ് അറേഞ്ച് ചെയ്തു. ഇതിനെ സീക്വൻസിൽ അറേഞ്ച് ചെയ്തു. ഇത് 1, ഇത് 1, A1, ഇത് A2, ഇത് A3, A4, A5, A6, A7 ആൻഡ് സോ ഓൺ. അങ്ങനെ നമുക്ക് ഈ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റിലെ യൂണിയനെ നമുക്ക് സീക്വൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് എന്താണ്? കൗണ്ടബിൾ ആണ്. ഇത് നമ്മൾ റാഷണൽ നമ്പേഴ്സ് ഇതുപോലെ എഴുതിയിട്ട് കൗണ്ടബിൾ ആണെന്ന് പറയും. ഇതുപോലെ നമ്മൾ എഴുതിയിട്ടാണ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് നമ്മൾ ഇവിടെയൊക്കെ പോസിറ്റീവ് റാഷണൽ. ഇത് 1/1, 2/1, 3/1, 4/1. ഇത് S4 എന്തായിരിക്കും? S4 എന്ന് പറഞ്ഞാൽ 4/1, 4 അങ്ങനെ എഴുതുക. 4/1, 4/2, 4/3 ആൻഡ് സോ ഓൺ ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് പോസിറ്റീവ് റാഷണൽസ് കൗണ്ടബിൾ ആണെന്ന് തെളിയിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് ഈസ് കൗണ്ടബിൾ. അപ്പൊ നമുക്ക് അൺകൗണ്ടബിൾ ആയിട്ട് വരുന്നത് റാഷണൽ നമ്പർ, റിയൽ നമ്പേഴ്സ് ആണ് അൺകൗണ്ടബിൾ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ.